എന്തിന് നമ്മളിവിടെ വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. ആരാണ് നമ്മളെ പടച്ചത്? അത് ഒരാളാണോ അല്ല അത് മൾട്ടിപ്പിൾ ഗോഡ്സ് ആണോ അല്ലയോ? ജൂതമതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടുപഠിച്ചു മോഷ്ടിച്ചിട്ടിട്ടാണ് ഇസ്ലാം പറയണത് എന്ന് വരെ ചില ആൾക്കാർ തട്ടിവിടാറുണ്ട്. അന്ന് ക്രിസ്ത്യാനികളുണ്ടല്ലോ, അപ്പോൾ ഏറെക്കുറെ പ്രവാചക ചരിത്രം നബി തങ്ങൾ അവരിന്ന് പഠിച്ചു, ക്രിസ്ത്യാനിസവും ജൂതായിസവും ഒക്കെ പഠിച്ചു. ഞാൻ ചോദിക്കട്ടെ പൊന്നു സഹോദരന്മാരെ, അന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ട്. അന്ന് ക്രിസ്ത്യാനികൾ ജൂതന്മാർ ഉസൈർ എന്ന് പറയുന്ന മഹാൻ ആരാധിക്കുന്ന കാലമാണ്. അദ്ദേഹം 100 കൊല്ലം മരിച്ചു കിടന്ന് അള്ളാഹു ജീവിപ്പിച്ച മഹാനാണ്. അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു അന്ന് ജൂതന്മാർ. ഖുർആൻ എന്താ പറഞ്ഞത്? ലഖദ് കഫറല്ലദീന ഖാലു, അള്ളാഹു മനുഷ്യനാണെന്നോ മനുഷ്യപുത്രനാണെന്നോ പറഞ്ഞ മുഴുവൻ ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവിശ്വാസത്തിലാണ്. ജുറൈജ് എന്നവർ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഖാലത്തിൽ യഹൂദു ജുറൈജ് ജുറൈജ് ഇബ്നുല്ലാഹ് അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞ ജൂതന്മാർ ആരാധിച്ചിരുന്ന ഒരു മഹാൻ. അവരുടെ പേരെന്തായിരുന്നു? ഉസൈർ ഇബ്നുല്ലാഹ്. ഉസൈർ എന്നവർ, ജുറൈജ് എന്നവർ മഹാനായ അള്ളാഹുവിന്റെ ഒരു ആബിദായിരുന്നു. ജുറൈജ് ഇബ്നുല്ലാഹ്. ഖുർആൻ അതിനെ നിഷേധിക്കുകയല്ലേ ചെയ്തത്? അത് തെറ്റാന്നല്ലേ പറഞ്ഞത്? അവരുമായി അഡ്ജസ്റ്റ്മെന്റിൽ പോവുകയാണെങ്കിൽ അവർ പറയുന്ന വിശ്വാസമല്ലേ ഖുർആൻ പറയേണ്ടത്? ക്രിസ്ത്യാനികൾ ഈസ നബി അലൈഹി ഇസ്ലാമിനെ മകനായി ആരാധിക്കുന്ന കാലമാണ്. നബി തങ്ങൾ എന്താ പറഞ്ഞത്? അള്ളാഹു ഏകനാണ്, ഈസ നബി അള്ളാഹിന്റെ മകനല്ല. മറിയം ബീവി കന്യകയായ പവിത്രയായ മഹദിയാണ്. അവരുടെ വിശ്വാസത്തിനെതിരാണ് അന്ന് ഇസ്ലാം പറയുന്നത്. അവരത് പറയുകയാണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടല്ലേ പറയാ. ഖുർആൻ ഇസ്ലാം വന്നത്, മുഹമ്മദ് നബി തങ്ങൾ വന്നത് ടു എസ്റ്റാബ്ലിഷ് മോണോത്തീസം, ഏകദൈവ വിശ്വാസം, തൗഹീദ് ലോകത്ത് ഇത്രമേൽ സമർത്ഥമായി സമർപ്പിച്ച ഒരു നേതാവ് ഈസ നബിക്കും മൂസ നബിക്കും ശേഷം ലോകത്ത് വന്നിട്ടില്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖറജ സയ്യിദ് ഇബ്നു അംർ എന്നവരെ ജൂത പണ്ഡിതനെ കണ്ട് അയാളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഫലഖിയ ആലിമൻ മിനൻ നസ്വാറ, ക്രിസ്ത്യാനിയായ ഒരു പണ്ഡിതനെ കണ്ടു. ഫദകറ മിഥലഹു, അയാളോട് ചോദിച്ചു, എനിക്ക് സത്യമാർഗം പറഞ്ഞു തരണം. ഈ യാത്രയിൽ മഹാനവരുടെ കൂടെ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന ഖദീജ ബീവിയുടെ മൂത്താപ്പയുടെ മകനുണ്ടായിരുന്നു എന്നാണ്. വറഖത്ത് ഇബ്നു നൗഫൽ എന്നവരും ഈ സയ്യിദ് ഇബ്നു അംർ എന്നവരും ഒരുമിച്ചാണ് ഷാമിലേക്ക് മതപഠനത്തിന് യാത്ര പോയത്. നബി തങ്ങൾ നബിയായി വന്നിട്ടില്ല, ഇസ്ലാം എന്ന് വന്നിട്ടില്ല. ജൂതന്മാരുടെ കാര്യം കണ്ടപ്പോൾ ഉറക്ക തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ക്രിസ്ത്യാനികളുടെ അന്നത്തെ ഇബാദത്ത്, സത്യസന്ധമായ ഇബാദത്ത്, അതായത് ഈസ നബി അള്ളാഹുവിൻ്റെ മകനല്ല, നബിയാണ്, ദൈവമല്ല എന്ന സത്യസന്ധമായ വിശ്വാസം വറഖത്ത് ഇബ്നു നൗഫൽ എന്നവർ സ്വീകരിച്ചു. ഫതനസ്വർ, അന്നത്തെ ആ ഒരു രീതി പ്രകാരം ക്രിസ്ത്യാനിയായി എന്ന് പറയാം. പക്ഷെ അദ്ദേഹം ഏകദൈവ വിശ്വാസി തന്നെ. അങ്ങനെ വറഖത്ത് ഇബ്നു നൗഫൽ മാറി. പക്ഷേ സയ്യിദ് ഇബ്നു അംർ എന്നവർക്ക് മനസ്സമാധാനമില്ല. അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും സത്യമതം ഇവിടെയുണ്ടോ? അപ്പോൾ ആ ക്രിസ്ത്യാനിയുടെ മറുപടി, അദ്ദേഹം നല്ല മനുഷ്യനാണ്. ലൻ തകൂന അലാ ദീനിനാ ഹത്താ തഅഖുദ ബിനസീബിക മിൻ ലഅനത്തില്ലാഹ്. ഈസ നബിയുടെ സന്ദേശം ലോകത്ത് കഴിഞ്ഞുപോയി 500 കൊല്ലം കഴിയുന്ന അന്ത്യത്തിലാണ് ഈ സംഭാഷണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസ നബിയുടെ സത്യസന്ധമായ ടീച്ചിങ്സ്, അധ്യാപനങ്ങൾ അന്ന് അന്യമാണ്, കിട്ടാനില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടു നടക്കുന്ന പലതും അബദ്ധമാണ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശാപമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ മഹാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകരുത് എന്ന് വിചാരിച്ചല്ലയോ ഞാൻ ഈ ഓടുന്നത്. വലാ അഹ്മിലു മിൻ ഗളബില്ലാഹ് വലാ മിൻ ലഅനതിഹി ഷൈഅൻ അബദാ. ഒരിക്കലും അള്ളാഹുവിൻ്റെ കോപമോ അള്ളാഹുവിൻ്റെ ശാപമോ എനിക്ക് താങ്ങുക സാധ്യമല്ല, ഞാൻ അതിനില്ല എന്ന് പറഞ്ഞവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. ഫഹൽ തദുല്ലുനി അലാ ഗൈരിഹി, ഞാൻ എവിടേക്കെങ്കിലും പോകേണ്ടതുണ്ടോ? ക്രിസ്തീയ പണ്ഡിതനോട് ചോദിച്ചു. അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, മാ അഅലമുഹു ഇല്ലാ അൻ യകൂന ഹനീഫാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വഴിയിലൂടെ വരുന്ന ഒരു സത്യമതമുണ്ട്, ആ മതമാണിനി നിങ്ങൾക്ക് നല്ലത്. വമൽ ഹനീഫ്, ഏതാണ് ഹനീഫായ മതം എന്ന് ചോദിച്ചപ്പോൾ ദീനു ഇബ്രാഹിം ലം യകുൻ യഹൂദിയ്യൻ വലാ നസ്റാനിയ്യ,
വലാ യഅ്ബുദു ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന മഹാപ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി ജനിച്ചത് ഇറാഖിലാണ്, ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ സ്ഥലത്ത് ബാബിലോണിയായിൽ. വളർന്നത് യൗവനം ഈജിപ്തിലാണ്. യൗവനത്തിൻ്റെ പകുതി, രണ്ടാം പകുതി ഇറാഖിലാണ്. അത് കഴിഞ്ഞ് ഫലസ്തീനിലാണ്, അത് കഴിഞ്ഞ് മക്കയിലാണ്. അങ്ങനെ 5 പ്രാവശ്യം മക്കയിലേക്ക് ഫലസ്തീനിൽ നിന്ന് യാത്ര ചെയ്ത് 5ാമത്തെ തവണ തിരിച്ചുപോയി അവിടെ വഫാത്താവുകയാണ് 200ാമത്തെ വയസ്സിൽ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മഹാനവറുകൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ 2 കൈകളും ഉയർത്തുകയാണ്. അല്ലാഹുമ്മ ഇന്നി ഉഷ്ഹിദുക അന്നി അലാ ദീനി ഇബ്രാഹിം. അല്ലാഹുവേ, ഞാൻ നിന്നെ സാക്ഷി നിർത്തി പറയട്ടെ, ഞാൻ ഇബ്രാഹിം നബിയുടെ മതത്തിൽ വിശ്വസിക്കുന്നവനാണ്. ഒന്നും അറിയില്ല എന്താ പറയേണ്ടത്, എന്താണ് ആരാധന, ഒന്നും അറിയില്ല. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് അസ്മാ ബീവി പറയുന്നു, ഞാൻ ഒരു ദിവസം കഅബാലയത്തിന്റെ പരിസരത്തേക്ക് പോകുമ്പോൾ സയ്യിദ് ഇബ്നു അംർ എന്നവർ കഅബാലയത്തിലേക്ക് ചാരിയിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ നിന്ന് പറയുന്നുണ്ട്, യാ മഅശറ ഖുറൈശ്, ഖുറൈശികളെ, വല്ലാഹി മാ മിൻകും അലാ ദീനി ഇബ്രാഹിം ഗൈരി, നിങ്ങളിൽ ആരും ഈ ഗേഹമുണ്ടാക്കിയ കഅബ ഉണ്ടാക്കിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മതത്തിൽ നിങ്ങൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആ മഹാൻ ചെയ്ത നന്മകൾ അറിയണോ? വകാന യുഹീൽ മൗഊദ, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലമായിരുന്നു അത്. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടും. ആ സമയത്ത് ഒരു പെൺകുട്ടിയെയും കുഴിച്ചു മൂടരുതേ, നിങ്ങൾക്ക് ദാരിദ്ര്യമാണ് പ്രശ്നമെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ ഭക്ഷണം കൊടുത്ത് ഞാൻ വളർത്താം. അപമാനമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചോളൂ, ഞാൻ അവളെ സുരക്ഷിതമായി വളർത്താമെന്ന് പെൺകുട്ടികളുടെ ജീവൻ രക്ഷിച്ചിരുന്ന ആളായിരുന്നു ഈ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റളിയല്ലാഹു അൻഹു. ലാ തഖ്തുൽഹാ അന അക്ഫീക മുഅനതഹാ, ആ പൊന്നുമോളെ നീ കൊല്ലരുതേ, ആ മോളെ ഞാൻ വളർത്തിക്കൊള്ളാം എന്ന് പെൺകുട്ടിയെ കൊല്ലാൻ പോകുന്ന ഉപ്പയോട് പറഞ്ഞിരുന്നു. ഫയഖുദുഹാ ഫഇദാ തറഅറഅത്, ആ പെൺകുട്ടിക്ക് യൗവന പ്രായമെത്തുമ്പോൾ ആ വാപ്പയുടെ അരികത്ത് തിരിച്ചു കൊണ്ടുപോയിട്ട് ചോദിക്കും, ഈ മോൾ ഇപ്പൊ വളർന്നിരിക്കുന്നു, വലുതായിരിക്കുന്നു, അവളെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വളർത്തിക്കോളാം എന്ന് പിതാവിനോട് ചെന്ന് പറഞ്ഞിരുന്ന മഹാനായിരുന്നു. അതായിരുന്നു സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇന്നി ഖാലഫ്തു ഖൗമി, ഞാൻ എൻ്റെ ജനങ്ങളോട് എതിര് ചെയ്തിരിക്കുന്നു. മക്കക്കാർ ചെയ്യുന്ന വിശ്വാസമല്ല എൻ്റേത്. വത്തബഅതു മില്ലത ഇബ്രാഹീമ വ ഇസ്മാഈൽ, ഇബ്രാഹിം നബിയുടെയും ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിൻ്റെയും മതമാണ് ഞാൻ പിൻപറ്റുന്നത്. വകാനാ യുസല്ലിയാനി ഇലാ ഹാദിഹിൽ ഖിബ്ല, ഈ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബിയും ഇസ്മാഈൽ നബിയും നിസ്കരിച്ചിരുന്നത് എന്ന് എനിക്കറിയാം. وأنا أنتظر نبيا من بني إسماعيل, ഇസ്മാഈൽ പരമ്പരയിൽ ഇസ്മാഈൽ നബിയുടെ മക്കളിൽ വരാൻ പോകുന്ന ഒരു പ്രവാചകനെ ഞാൻ കാത്തിരിക്കുകയാണ്. യുബ്അഥു, നബിയായി വരാൻ പോകുന്ന ഒരു പ്രവാചകൻ ഈ മക്കയിൽ വരാനുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വലാ അറാനി ഉദ്രികുഹു, ആ പ്രവാചകനെ നേരിട്ട് കാണാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വഅന ഉഅ്മിനു ബിഹി വഉസദ്ദിഖുഹു വഅശ്ഹദു അന്നഹു നബി, ഞാനിതാ ആ പ്രവാചകനെ വിശ്വസിക്കുന്നു, സത്യമായും വിശ്വസിക്കുന്നു, അവർ നബിയാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഖുറൈശികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞിരുന്ന ആളാണ് ഇദ്ദേഹം. ഇതൊരു അത്ഭുതമാണ്. നാട്ടുകാർ മൊത്തം ചെയ്യുന്നത് ഞാനും അതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നതിന് പകരം നന്മ എവിടെയാണോ ആ നന്മയെ മാത്രം തിരഞ്ഞെടുക്കുന്നതാണ് ഒരു മുഅ്മിനിന്റെ സ്വഭാവം. ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഈ സയ്യിദ് ഇബ്നു അംർ എന്നവരെ പറഞ്ഞിട്ടുണ്ട്, ആമിറേ ഇൻ ത്വാലത് ബികൽ ഹയാ, ആമിറേ ഒരുപാട് നിങ്ങൾക്ക് ആയുസ് ഉണ്ടാവുകയാണെങ്കിൽ, ഞാൻ മരിച്ചു പോയിട്ടും നിങ്ങൾക്ക് ജീവിക്കാൻ അല്ലാഹു ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ, അന്ത്യപ്രവാചകനെ കാണുകയാണെങ്കിൽ
അന്ത്യപ്രവാചകനെ കാണുകയാണെങ്കിൽ ഫഅഖ്രിഉഹു മിന്നിസ്സലാം, എൻ്റെ അസ്സലാമു അലൈക്കും എന്ന് അന്ത്യ റസൂലിനോട് പറയണേ. ഞാൻ മരിച്ചുപോയാൽ എൻ്റെ സലാം റസൂലിനോട് പറയണം എന്ന് പറഞ്ഞ മഹാൻ. ഈ വിഷയം അല്ലാഹുവിൻ്റെ റസൂലിനോട് ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, വലഖദ് റഅയ്തുഹു ഫിൽ ജന്ന യസ്ഹബു ദുയൂലാ, സ്വർഗ്ഗത്തിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് സ്വർഗ്ഗത്തിൽ ഉന്മാദിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് സ്വർഗ്ഗത്തിൽ നീന്തിക്കളിക്കുന്നത് ഞാൻ കണ്ടു. മഹാനായ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈലിനെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെ ഉമർ തങ്ങളുടെ അളിയൻ്റെ ഉപ്പയാണ്, പെങ്ങളുടെ ഭർത്താവിൻ്റെ ഉപ്പയാണിത്. ഉമർ തങ്ങളുടെ അളിയനായ അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട മഹാനായ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരും അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈലിൻ്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം മുസ്ലിമാണോ നബിയേ? അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നല്ലോ. തങ്ങളുടെ മറുപടി വന്നു, ഗഫറല്ലാഹു ലഹു വറഹിമഹു, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഫഇന്നഹു മാത അലാ ദീനി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മതത്തിലാണ് അദ്ദേഹം മരിച്ചത് എന്ന് എനിക്കറിയാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ മക്കയിൽ വന്നിട്ടുണ്ട് എന്ന് ഒരു പണ്ഡിതൻ അവിടെ നിന്ന് പറഞ്ഞപ്പോഴാണ് ഷാമിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ ബൽഖ എന്ന പ്രദേശത്ത് വെച്ച് മദിയ, അവിടുത്തെ ഒരു പ്രാന്ത പ്രദേശത്ത് വെച്ച് മഹാനവറുകൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. മക്കയിലേക്ക് എത്താൻ പറ്റിയില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി മരണപ്പെട്ട ആളുകൂടിയാണ്, അല്ലെങ്കിൽ സത്യമാർഗത്തിൻ്റെ അന്വേഷണ യാത്രയിൽ വധിക്കപ്പെട്ട ആളാണ് മഹാനായ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റളിയല്ലാഹു അൻഹു. മാലി അറാ ഖൗമക ഖദ് സബഖൂ അലൈക്, എന്താണ് സയ്യിദ് ഇബ്നു അംറേ നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത്? എന്താ നിങ്ങളുടെ നാട്ടുകാരൊക്കെ നിങ്ങളോട് വലിയ വിദ്വേഷത്തിനാണല്ലോ എന്ന് ചോദിച്ചപ്പോ മഹാനായ സയ്യിദ് ഇബ്നു അംർ എന്നവർ പറഞ്ഞു, ഖറജ്തു അബ്തഗിദ്ദീൻ, നബിയേ, ഞാൻ മതമന്വേഷിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഷാമിൽ പോയ കഥ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് റസൂലേ, എന്നോട് അവസാനം അവിടുന്ന് ഷാമിലെ പണ്ഡിതന്മാരിൽപ്പെട്ട ഖാലലി ശൈഖുൻ മിൻ അഹ്ബാരി ഷാം, ഷാമിലെ പണ്ഡിതന്മാരിലെ ഒരു പ്രായമായ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഇന്നക ലതസ്അലുനി അൻ ദീനിൻ മാ അഅലമു അഹദൻ യഅ്ബുദുല്ലാഹ ബിഹി ഇല്ലാ ശൈഖൻ ഫിൽ ജസീറ. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ, അറേബ്യൻ പെനിൻസുലയിൽ അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരേ ഒരു മനുഷ്യനെ ഇന്ന് ലോകത്തുള്ളൂ. ആ മനുഷ്യനെ പോയി കാണുക എന്ന് എന്നോട് പറഞ്ഞു. ഖദ് ളഹറ ബിബിലാദിക്, നിങ്ങളുടെ നാട്ടിൽ പ്രവാചകരായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ആ ഒരു പ്രവാചകനെ കാണണം എന്നെന്നോട് പറഞ്ഞു. ഫർജിഅ വസദ്ദിഖുഹു വആമിൻ ബിഹി, ആ പ്രവാചകനെ വിശ്വസിച്ചേക്കണമേ, ആ പ്രവാചകൻ സത്യസന്ധനാണ് എന്നെന്നോട് അവിടുത്തെ ഒരു ആളെ പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് നബിതങ്ങളെ കാണുന്നതിന്, നബിയാവുന്നതിന് മുമ്പൊരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇപ്പൊ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു, ഒന്നിലേറെ തവണ അദ്ദേഹം ഈ യാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥമെന്ന്. സുബ്ഹാനല്ലാഹ്. വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾ ഒരിക്കലും പെൺകുട്ടികളെ കൊന്നുകളയരുതേ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടികൾക്ക് അഭയം കൊടുത്തിരുന്ന ആളാണ് സയ്യിദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. പെൺകുട്ടികളെന്ന് കൊല്ലുന്നതിനൊരു കാരണം ഉണ്ടായിട്ടുണ്ട്, അതിനൊരു ചരിത്രമുണ്ട്. എങ്ങനെയാണ് അറബികളിലെ മക്കയിലെ ചില ട്രൈബുകൾ, ചില ഗോത്രങ്ങളാണ് ഇങ്ങനെ ഒരു പണി തുടങ്ങിയത്. അതിൻ്റെ ഒരു കാരണം ഒരു ചരിത്രമാണ്. ഒരു അക്രമിയായ മനുഷ്യൻ മക്കയെ ആക്രമിക്കുകയും അവിടെ നിന്ന് ഒരുപാട് പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഈ അറാബിക്ക് അയാളുടെ മകളെ നഷ്ടപ്പെട്ടു. ആ മകളെ ഇയാൾ കൊണ്ടുപോയി അവളെ വേൾക്കുകയും അവളെ ഭാര്യയായി വെക്കുകയും കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിഷമായി.
അങ്ങനെ അന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ തട്ടിക്കൊണ്ടുപോയിട്ട് മോചനത്തിന് കാശ് ചോദിക്കും, എന്നിട്ട് മക്കളെ തിരിച്ചു കൊടുക്കും. അങ്ങനെ മോളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ അറാബിയായ മനുഷ്യൻ ആ മോളെ തട്ടിക്കൊണ്ടുപോയ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മോള് വലുതായിട്ടുണ്ട്, കുറേ കാലമായിട്ട് തട്ടിക്കൊണ്ടുപോയിട്ട്. അപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോയ ആൾ പറഞ്ഞു, കാശ് ഞാൻ സ്വീകരിക്കാം, പക്ഷെ മോള് വരുന്നുണ്ടോ ഇല്ലേന്ന് അറിയണ്ടേ, അതുകൊണ്ട് മോൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ വരാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം. വാപ്പ ചോദിച്ചു, മോളെ നീ എൻ്റെ കൂടെ വരുന്നില്ലേ? പല കോടതി വരാന്തകളിലും പ്രേമവിവാഹങ്ങൾ തലമൂത്ത് കേസുകളായി പ്രശ്നങ്ങളായി ഉമ്മ വാപ്പയും കൈപിടിച്ച് മോളെ എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ ചില മക്കളെങ്കിലും ആ സമയത്ത് കോടതി വരാന്തകളിൽ ഇല്ല, ഞാൻ എൻ്റെ കാമുകൻ്റെ കൂടെ പോവാണ് എന്ന് പറഞ്ഞ് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ ഇയാളുടെ കൂടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അതിൽ ഈ മനുഷ്യന് തോന്നിയ ഒരു വിദ്വേഷം. അയാൾ പറഞ്ഞു, ഇനി എനിക്ക് ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ഞാൻ കൊന്നിരിക്കും. ഇമ്മാതിരി പെൺകുട്ടി ഉണ്ടായിട്ട് എന്താണ് കാര്യം? ഞാൻ വളർത്തിയുണ്ടാക്കിയ മോള് എന്നെ വേണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ആ മകളുടെ പേരിൽ അദ്ദേഹത്തിന് തോന്നിയ വിദ്വേഷമാണ് കാലങ്ങൾക്ക് മുമ്പ് പെൺകുട്ടികളുടെ ജന്മത്തിലുള്ള വിരോധം അന്ന് അറബികളിൽ ഉണ്ടാവാൻ കാരണം. അത് പിന്നെ പല കബീലക്കാരും നല്ല പരിപാടിയാണെന്ന് വിചാരിച്ച് അവരങ്ങ് ഫോളോ ചെയ്തു. അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ പെൺകുട്ടികളെ വധിക്കാൻ തുടങ്ങി. അപ്പോഴാ ഖുർആൻ ഇറങ്ങുന്നത്, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. കൊല്ലപ്പെടുന്ന ഓരോ കുട്ടിയോടും നാളെ അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്, മോളെ ബിഅയ്യി ദംബിൻ ഖുതിലത്, ഫോർ വാട്ട് ക്രൈം യു ഹാവ് ബീൻ കിൽഡ്, എന്തിനായിരുന്നു മോളെ നിന്നെ കൊന്നത്? കുട്ടിയോടല്ല ചോദിച്ചത്, ആ ചോദിച്ചിരിക്കും വാപ്പയോടാ. സുആലു തൗബീഖിൻ എന്ന് പറയും. കുട്ടി ഉത്തരം പറയേണ്ട കാര്യമില്ല, ചെറിയ മോളല്ലേ. എന്തിന് കുഞ്ഞിനെ കൊന്നു എന്ന് വാപ്പയോട് അല്ലാഹു ചോദിക്കും എന്ന് വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയപ്പോഴാണ് ഈ പരിപാടി അവർ നിർത്തിയത്. സല്ലു അലൻ നബിയ്യ മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. അള്ളാഹു നമ്മുടെ ഇരുത്തം സ്വീകരിക്കട്ടെ, നമ്മുടെ ദുആക്ക് ഉത്തരമുള്ള ഇരുത്തമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم. പെൺകുട്ടി ജനിച്ചാൽ അവസ്ഥ ഖുർആൻ പറയുന്നത് സൂറത്തുൻ നഹ്ലിൽ. وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. എന്താ കുട്ടി എന്ന് ചോദിക്കുമ്പോൾ, പെൺകുട്ടി എന്ന് കേൾക്കുമ്പോൾ മനസ്സിനുള്ളിൽ ഏതെങ്കിലും ഒരു ഇഷ്ടക്കുറവ് തോന്നുന്നവരുണ്ടെങ്കിൽ, ആധുനിക ജാഹിലിയത്തിലുണ്ടെങ്കിൽ അവർക്കുള്ളൊരു താക്കീത് കൂടിയാണിത്. ആണും പെണ്ണും തീരുമാനിക്കുന്നത് അള്ളാഹുവിൻ്റെ റബ്ബ് ചെയ്യുന്ന പണിയാണ്. ഒരു പെണ്ണിനും കുട്ടിനെ ആൺകുട്ടിയെ പെൺകുട്ടിയാക്കാൻ ഒരു ഭാര്യയ്ക്കും കഴിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. وَإِذَا بُشِّرَ أَحَدُهُمْ بِالْأُنْثَى, പ്രസവിക്കുന്നത് പെൺകുട്ടിയാണ് പ്രസവിച്ചത് എന്ന് പറഞ്ഞാൽ ظَلَّ وَجْهُهُ مُسْوَدًّا, പിതാവിൻ്റെ മുഖമാകെ കറുത്തിരുണ്ടു പോകുമായിരുന്നു. വഹുവ കദീം, അയാൾ ദേഷ്യപ്പെടുമായിരുന്നു, ദുഃഖിതനാകുമായിരുന്നു. എന്നിട്ട് യതവാറാ മിനൽ ഖൗം മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി, തനിക്ക് ലഭിച്ച കുഞ്ഞിൻ്റെ ആ ജന്മം കാരണമുണ്ടായ നാണക്കേട് സഹിക്കാൻ കഴിയാതെ
അദ്ദേഹം മക്കളിൽ സമൂഹത്തിൽ നിന്ന് ഒളിച്ചു കഴിയുമായിരുന്നു. അയുംസികുഹു അലാ ഹൂൻ അം യദുസ്സുഹു ഫിത്തുറാബ്. രണ്ട് കാര്യമാണ് വാപ്പമാർ ചിന്തിക്കുന്നത്. എൻ്റെ ഈ കുഞ്ഞിനെ അപമാനത്തോടെ ഞാൻ വളർത്തേണമോ, അതല്ല ഈ കുഞ്ഞിനെ ഞാൻ ജീവനോടെ കുഴിച്ചു മൂടേണമോ? അലാ സാഅ മാ യഹ്കുമൂൻ. എത്ര മോശമാണ് അവരെ പറയുന്നത്. അള്ളാഹു തന്ന ഒരു ജീവനെ, അള്ളാഹു തന്ന ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് പറയുന്നത് എത്ര വലിയ തിന്മയാണ്. പെൺകുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞ് നടന്നിരുന്ന കാലം. ശുദ്ധ ഖുർആൻ സൂറത്തു തക്വീറിൽ ആയത്തിറങ്ങി, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് വഇദസ് സുഹുഫു നുശിറത്. ഖിയാമത്ത് നാളിൽ അല്ലാഹു വിചാരണക്ക് കൊണ്ടുവരുമ്പോ പിഞ്ചു മക്കളായ പൈത മക്കളോട് റബ്ബ് ചോദിക്കും, മോളെ ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്ത് തെറ്റിനായിരുന്നു മോളെ നിന്നെ കുഴിച്ചു മൂടിയത്? അന്ന് ഒരു പെണ്ണ് പൂർണ്ണ ഗർഭിണിയായി പ്രസവിക്കാൻ നിൽക്കുമ്പോൾ ഒരു കുഴിയുടെ മുന്നിൽ കൊണ്ടുവന്നാണ് അത്രേ പ്രസവം നടത്തുക. അങ്ങനെ പെണ്ണ് പ്രസവിക്കുന്നത് പെൺകുട്ടിയാണ് എന്ന് പേറ്റുനോവെടുക്കുന്ന പെണ്ണ് പറഞ്ഞാൽ ആ കുഴിയിലേക്ക് നേരെ ആൺകുട്ടിയാണെങ്കിൽ എടുത്തു കൊണ്ടുവരും, അല്ലെങ്കിൽ നേരെ കുഴിയിലേക്ക് മണ്ണിട്ട് മൂടും. അങ്ങനത്തെ ദുഷ്ടന്മാരുടെ കാലത്ത് മഹാനായ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ, ആ മഹാനാണ് പറഞ്ഞത്, പെൺമക്കളെ നിങ്ങൾ കുഴിച്ചു മൂടരുതേ, ദാരിദ്ര്യമാണ് പ്രശ്നമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാശു തരാം. മുതലാളിയായിരുന്നു. അപമാനമാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ആ മോളെ ഞാൻ വളർത്താം, ആ കുഞ്ഞിനെ കൊല്ലരുത് എന്ന് ഇസ്ലാം വരുന്നതിന് മുമ്പ് ഒറ്റയാൾ പട്ടാളമായി ഒറ്റക്ക് പോരാടിയ മഹാനാണ്. സ്ത്രീ വിമോചനത്തിന് വേണ്ടിയെന്നോ പെൺകുട്ടികളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയെന്നോ എന്തും പറയാം. അങ്ങനെ ത്യാഗം ചെയ്തൊരു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മഹാനായ സയ്യിദ് ഇബ്നു അംർ എന്നവരെ കുറിച്ച് പറഞ്ഞു, യുബ്അസു യൗമൽ ഖിയാമത്തി ഉമ്മതൻ വഹദ ബൈനി വബൈന ഈസ ഇബ്നു മറിയം. നാളെ ഖിയാമത്ത് നാളിൽ ഒരു സമൂഹമായി ഒരേ ഒരു മനുഷ്യൻ, ഒരു സമൂഹം എന്ന് ഖുർആൻ പറഞ്ഞത് മഹാനായ ഇബ്രാഹിം നബിയെ കുറിച്ചാണ്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. പ്രൊഫറ്റ് ഇബ്രാഹിം അലൈഹിസ്സലാം വാസ് എ നേഷൻ. അവരൊരു സമൂഹമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സമൂഹമായി നാളെ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് വരുന്ന മഹാനാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റളിയല്ലാഹു അൻഹു എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുബ്അസു യൗമൽ ഖിയാമത്തി ഉമ്മ ബൈനി വബൈന ഈസ ഇബ്നു മറിയം. എൻ്റെയും ഈസ നബിയുടെയും ഇടയിൽ ഒരു സമൂഹമായി പുനർജന്മം നൽകപ്പെടുന്ന മഹാനെന്ന് നബി തങ്ങൾ പറഞ്ഞ ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സേവനം പെൺമക്കളെ സംരക്ഷിച്ചു എന്ന വലിയ ഒരു നന്മ കൂടിയുണ്ട് അവിടെ. മന്നാല ജാരിയതൈനി ഔ സലാസ. നബി തങ്ങൾ പറയട്ടെ, പെൺമക്കളുള്ള മുഴുവൻ ആളുകളും ഒന്ന് സന്തോഷത്തോടെ കേൾക്കണേ. വഹയിന്റെ വെളിച്ചമാണ് ഈ പറയുന്നത്, അല്ലാഹു നൽകുന്ന അറിവാണ് പറയുന്നത്. പുണ്യനബി മൻ ആല ജാരിയതൈനി, രണ്ട് പെൺകുട്ടികളെയോ ഔ സലാസ, മൂന്ന് പെൺകുട്ടികളെയോ ആരെങ്കിലും പോറ്റി വളർത്തുകയാണെങ്കിൽ ആ മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, അവർക്ക് വേണ്ട ഭക്ഷണം നൽകി, സ്വന്തം അധ്വാനത്തിൽ നിന്ന് അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത്, ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത്, രണ്ട് പെൺകുട്ടികളെയോ മൂന്ന് പെൺമക്കളെയോ ആരെങ്കിലും വളർത്തിയാൽ വസബറ അലൈഹിന്ന, ആ പെൺകുട്ടികളുടെ വിഷയത്തിൽ ക്ഷമ പാലിക്കുകയും ചെയ്താൽ, ആൺകുട്ടികളെ വളർത്തുന്ന പോലെയല്ല. പെൺകുട്ടികളെ അവർ പ്രായപൂർത്തിയാകുമ്പോഴേക്കും പിന്നെ സ്കൂളിൽ പറഞ്ഞയക്കാൻ പേടിയാണ്, ബസ്സിൽ പറഞ്ഞയക്കാൻ പേടിയാണ്, കോളേജിൽ പറഞ്ഞയക്കാൻ പേടിയാണ്, സ്റ്റേറ്റ് വിട്ട് വിടാൻ അതും അതിലെ വലിയ പേടിയാണ്, നാട് വിട്ട് പറഞ്ഞയക്കാൻ വലിയ ക്ഷമ വേണ്ടി വരും. അപ്പന്മാർക്ക് കിതപ്പ് വരും, വേദന വരും, വിഷമം വരും. പഠിച്ചവനെ എന്താകും എൻ്റെ മക്കൾ. വസബറ അലൈഹിന്ന, പെൺകുട്ടികളുടെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരാനിടയുണ്ട് എന്ന് അല്ലാഹു സൂചിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു തരികയാണ് ഇവിടെ ഈ ഹദീസിലൂടെ പുണ്യനബി തങ്ങൾ പഠിപ്പിക്കുന്നത്. വസബറ അലൈഹിന്ന, മക്കളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നവരെ ടെൻഷൻ, കല്യാണം കഴിച്ച് കഴിഞ്ഞാലും ടെൻഷൻ ഉണ്ടാവും. എൻ്റെ മക്കൾക്ക് അവിടെ സുഖമാണല്ലോ അല്ലല്ലോ, അവർ പ്രയാസത്തിലാണല്ലോ.
എൻ്റെ മക്കൾ എങ്ങനെ അവൻ്റെ കൂടെ ജീവിച്ചു പോകും, എൻ്റെ മക്കളുടെ ഭാവി എന്താകും, അവരാര് സംരക്ഷിക്കും എന്നിത്യാദി വ്യാകുലതകൾ ഉപ്പയുടെ ഉമ്മയുടെ മനസ്സിൽ വരും. പെൺകുട്ടികൾ എത്ര വലുതായാലും അവരെ കെട്ടിച്ചയച്ച് വിട്ടാൽ പോലും മനസ്സിൻ്റെ ഉള്ളിൽ വേദനകളും പലതരത്തിലുള്ള പേടിയും വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ മക്കളുടെ വിഷയങ്ങളിൽ, പെൺകുട്ടികളുടെ വിഷയങ്ങളിൽ സംഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും സഹിക്കുന്ന ഒരു ഉമ്മയാണ് നിങ്ങളെങ്കിൽ, അവരുടെ വിഷയങ്ങളിൽ വരുന്ന എല്ലാറ്റിലും സഹനം. അല്ലാഹുവേ അൻതൽ മുസ്തആൻ, പടച്ചവനെ നീ കാവലുണ്ടല്ലോ റബ്ബേ, നിന്റെ കാവലുണ്ടല്ലോ പടച്ചവനെ, എൻ്റെ മക്കളെ നീ കാക്കേണമേ എന്ന് പ്രാർത്ഥിച്ച് ആ മക്കളുടെ വിഷയത്തിൽ ക്ഷമിച്ചുകൂടുന്ന ഒരു ഉമ്മയാണെങ്കിൽ, ഒരു ഉപ്പയാണെങ്കിൽ, കുന്നലഹു സിത്റം മിനന്നാർ, ഈ മക്കൾ നാളെ ഉപ്പാക്കും ഉമ്മാക്കും നരകത്തിൽ നിന്നുള്ള മറയാവുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻബുതുലിയ ബിശൈഇൻ മിൻ ഹൗലാഇൽ ബനാത്ത്, അങ്ങനെ തന്നെ ഹദീസുണ്ട്. ഈ പെൺമക്കളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പരീക്ഷണം നേരിടുകയാണെങ്കിൽ ഫഅഹ്സന തർബിയതഹുന്ന, ആ മക്കളുടെ തർബിയത്ത് നന്നായി ചെയ്യുകയും ചെയ്താൽ, വൽ ഖിയാമി ബിഅംരിഹിന്ന, ആ പെൺകുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ, കുന്നലഹു നജാതൻ മിനന്നാർ, അവരാ ഉമ്മാക്കും ഉപ്പാക്കും നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന മഹാൻ ഒരു സമുദായമായി നാളെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നബി തങ്ങൾ പറയാൻ കാരണം, ആ സമൂഹത്തിൽ, സ്ത്രീ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത വലിയൊരു ത്യാഗമുണ്ട്. അൽ ജന്നത്തു തഹ്ത ദിലാലിൽ ഉമ്മഹാത്ത്, അഖ്ദാമുൽ ഉമ്മഹാത്ത് എന്നല്ല, തഹ്ത ദിലാലിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാൽ കീഴിൽ സ്വർഗ്ഗമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ, അങ്ങനെയാണ് ആ ഹദീസിന്റെ വചനം. എന്തല്ല, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, അങ്ങനെ ഒരു ഹദീസില്ല, അതൊരു ആപ്തവാക്യമാണ്. ഹദീസിന്റെ വാക്യം അങ്ങനെയല്ല. ഹദീസ് വരുന്നത് അൽ ജന്നത്തു തഹ്ത ദിലാലിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ തണലിന്റെ കീഴെയാണ് സ്വർഗ്ഗമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദുന്യാ മതാ വഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹാ, ഏറ്റവും നല്ല ഈ ലോകത്ത് സമ്പാദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താ? വീടാണോ, കാറാണോ, ഷോപ്പിംഗ് കോംപ്ലക്സ് ആണോ, ബിൽഡിംഗ് ആണോ, സ്ഥലമാണോ? എന്താ ഏറ്റവും വലിയ സമ്പാദ്യം എന്നറിയോ? അൽ മർഅതു സ്വാലിഹാ, അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല ഭാര്യയെ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് അല്ലാഹുവിൻ്റെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്വത്താണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ പെൺമക്കളെ, അവിടുത്തെ ഭാര്യമാർ നമുക്ക് മാതൃകയാണ്. ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിൻ്റെ റസൂലിന്റെ ഭാര്യയായ ജുവൈരി റളിയല്ലാഹു അൻഹാ, ഹബീബായ നബി തങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ജുവൈരിയ ബീവി സുബ്ഹി നിസ്കരിച്ച ആ മുസല്ലയിൽ തന്നെ ഇരിക്കുകയാണ്. ബീവിയോട് ചോദിച്ചു, അമാ സിൽതി ഫീ മജ്ലിസികി അല്ലദീ കുൻതി അലൈഹി, അങ്ങനെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഒരേ ഒരു ഇരുത്തം. പുരുഷന്മാർക്ക് വലിയ കൂലുണ്ട്, രാവിലെ ജോലിക്കൊന്നും പോകാനൊന്നും ഇല്ലെങ്കിൽ ജമാഅത്ത് കഴിഞ്ഞ് സൂര്യോദയം വരെ ഇരുന്ന് സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞ് ഇഷ്റാഖിൻ്റെയോ ദുഹായുടെയോ 2 റക്അത്ത് നിസ്കരിച്ചാൽ നല്ലൊരു ഉംറ ചെയ്ത കൂലിയാണ്. ഉംറത്തിൻ താമ്മത്തിൻ താമ്മ, പരിപൂർണമായ ഉംറ ചെയ്ത കൂലി. പെണ്ണുങ്ങൾക്കും അങ്ങനെയാണ്. പക്ഷെ രാവിലെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കണം, ഭർത്താവ് ജോലിക്ക് പോകാനുണ്ട്, ഇതൊക്കെ ഉണ്ട്. മുസല്ല വെച്ചിരുന്നാൽ പറ്റൂലേ? അവിടെ നിങ്ങൾ അവർക്ക് ഖിദ്മത്ത് ചെയ്യാനാണ് ഇതിൻ്റെ കൂലി. പക്ഷേ നിങ്ങൾക്ക് സമയമുണ്ട്, സൗകര്യമുണ്ട്, നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുക. ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുമ്പോൾ പുണ്യനബി ചോദിച്ചു, അമാ സിൽതി ഫീ മജ്ലിസികി, ജുവൈരിയ നിങ്ങൾ ഈ മജ്ലിസിൽ തന്നെ ഇരിക്കുകയാണോ, മുസല്ലയിൽ അല്ലദീ കുൻതി അലൈഹി? അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതേ നബിയേ. ഫഇന്നി ഖുൽതു ബഅദക 4 കലിമാത്തിൻ തഅദിലു ദാലിക കുല്ലഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയ ബീവി ഇങ്ങനെ ദീർഘമായി ഇരിക്കുന്ന ഇരുത്തം കണ്ടപ്പോൾ
ജുവൈരിയ, നിങ്ങളെപ്പോലെ ഞാൻ ഇരുന്നിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ഈ ഇരുത്തത്തോളം കൂലി കിട്ടുന്ന 4 വചനങ്ങൾ ഞാൻ വാക്കുകൾ ചൊല്ലുകയുണ്ടായി. തഅദിലു ദാലിക കുല്ല, നിങ്ങളിങ്ങനെ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും അതിനോടൊപ്പമെത്തുന്ന ഒരു കൂലി കിട്ടുന്ന കാര്യം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അദദ ഖൽഖിക് വറിദാ നഫ്സിക വസിനത അർശിക് വമിദാദ കലിമാതിക്. ഇത് ചൊല്ലിയാൽ സുബഹി കഴിഞ്ഞ് സൂര്യോദയം കഴിഞ്ഞ് ഇഷ്റാഖിൻ്റെയോ ളുഹായുടെയോ നിസ്കാരം വരെ ഇരിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഈ ദിക്ർ ഒരു തവണ ചൊല്ലിയാൽ അല്ലാഹു അതിന് തത്തുല്യമായ കൂലി തരുമെന്ന് ഇബാദത്തിലിരിക്കുന്ന തൻ്റെ ചെറുപ്പക്കാരിയായ ഭാര്യ ജുവൈരി റളിയല്ലാഹു അൻഹയോട് ഹബീബ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, പരിശുദ്ധനായ റബ്ബേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. വബിഹംദിക്, നിന്നെ സ്തുതിക്കുകയാണ് റബ്ബേ. അദദ ഖൽഖിക്, നീ സൃഷ്ടിച്ച സൃഷ്ടികളുടെ എണ്ണം എത്രയോ, ഈ ഒരു ഗ്രൗണ്ടിലുള്ള മണൽത്തരികളുടെ എണ്ണം എത്രയാണ്? ഇൻയൂമറബിൾ, നമുക്കൊന്നും എണ്ണ തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഇമ്പോസിബിൾ തന്നെ പറയാം. ഈ ഗ്രൗണ്ടിലുള്ള മൺതരികൾ എടുക്കാൻ പറ്റുമോ? അടിയിലേക്ക് എത്ര ഉണ്ട് റബ്ബേ? നിന്റെ സൃഷ്ടികളുടെ എണ്ണത്തിനനുസരിച്ച് നിനക്ക് സ്തുതിയാണ്. വറിദാ നഫ്സിക്, നിനക്ക് തൃപ്തി വരുന്നത് വരെ നിനക്ക് സ്തുതി റബ്ബേ. വസിനത അർശിക്, നിന്റെ അർശിന്റെ ഭാരത്തോളം നിനക്ക് സ്തുതിയാണ് റബ്ബേ. വമിദാദ കലിമാതിക്, നിന്റെ വചനങ്ങളെ രേഖപ്പെടുത്താൻ എത്ര മഷി വേണമോ ആ മഷിത്തുള്ളികളുടെ എണ്ണത്തിനനുസരിച്ച് നിനക്ക് സ്തുതിയാണ് എന്ന ഒരൊറ്റ ദിക്ർ ജുവൈരിയ, നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തത്തോളം അതിന് കൂലിയുണ്ട് എന്ന് ജുവൈരിയ ബീവിയോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ കിടന്നുറങ്ങാതെ ഇരുന്ന് ഇബാദത്തിലായും ദിക്റിലായും ഇരുന്നിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയ ബീവിയോടായി പറയുന്നത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അദദ ഖൽഖിക് വറിദാ നഫ്സിക് വസിനത അർശിക വമിദാദ കലിമാതിക്. ചൊല്ലി നോക്കൂ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അദദ ഖൽഖിക് വറിദാ നഫ്സിക് വസിനത അർശിക് വമിദാദ കലിമാതിക്. ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് റളിയല്ലാഹു അൻഹ രാത്രികാലങ്ങളിൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാല് തളർന്ന് വീഴുമ്പോൾ മഹദി റളിയല്ലാഹു അൻഹ തളരാതിരിക്കാൻ റൂമിൻ്റെ കുറുകയായി ഒരു കയറ് കെട്ടിവെച്ചിരുന്നുവെന്നും ആ കയറിൽ പിടിച്ചാണ് നിസ്കരിച്ചിരുന്നത്. തങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഉന്മേഷമുള്ള സമയം നന്നായി നിസ്കരിച്ചോളൂ, തളർന്നു പോയാൽ നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്ന് നബി തങ്ങൾക്ക് പറയേണ്ടി വരത്തക്ക വിധം സൈനബ് റളിയല്ലാഹു അൻഹ എന്ന മഹദി ആരാധനയിൽ ഈ ഉമ്മത്തികൾക്ക് മാതൃക കാണിക്കുകയാണ്. റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. അതുകൊണ്ട് പെണ്ണുങ്ങൾ, ഉമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ, വിദ്യാർത്ഥിനികൾ ഈ ഉമ്മത്തിന്റെ സമൂഹത്തിന്റെ ഭാഗമാണ്. നമ്മൾ ആലോചിക്കുന്നുണ്ടോ? പുരുഷന്മാർ സ്ത്രീകൾക്കുടെ മേൽ അധികാരമുണ്ട് എന്ന് ഖുർആൻ പറയുന്ന ആയത്തിന്റെ ഒരു മറുവശമുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അതിനർത്ഥം എന്താണ്? പെണ്ണുങ്ങളുടെ കൈകാര്യകർത്തൃത്വം പുരുഷന്മാരുടെ ഭർത്താവിന്റെ പിതാവിന്റെ തോളിലാണ് അല്ലാഹു ഏൽപ്പിച്ചത്. അതിനർത്ഥം എന്താണെന്നറിയോ? എന്താ? ഒരു പെൺകുട്ടി രാജകുമാരിയെ പോലെ ജീവിക്കേണ്ടവളാണ്. അവളുടെ മുഴുവൻ എക്സ്പെൻസും അവളുടെ എല്ലാവിധ സെക്യൂരിറ്റി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അവളെ രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കണം. നിങ്ങൾ അവൾക്ക് സേവനം ചെയ്യണം എന്നൊരു വശം ഇതേ ആയത്തിൻ്റെ ആശയത്തിലുണ്ട്. അവരങ്ങനെയാണ് അവരെ കൊണ്ടു നടക്കേണ്ടത്. നീ ജോലിക്ക് പോ, നീ പണിക്ക് പോ എന്ന് ഭാര്യയെ പറഞ്ഞേക്കാൻ ഭർത്താവിന് അവകാശമില്ലെന്നാണ്, ചെയ്യാൻ പാടില്ലെന്നാണ്. അങ്ങനത്തെ ഒരു ദുരിതം അനുഭവിക്കുന്ന ഘട്ടത്തിലെത്തിയാലൊഴികെ, അല്ലെങ്കിൽ അത് അവളുടെ ഇഷ്ടമാണ്. ഹലാലായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ജോബ് ഒരു സാധ്യതയുണ്ട്. അവൾ പൊയ്ക്കോട്ടെ, പഠിപ്പിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല, അധ്വാനിച്ചോട്ടെ, അവൾക്ക് വേണമെങ്കിൽ. പക്ഷെ ഭർത്താവിന് നിർബന്ധിക്കാൻ പാടുണ്ടോ? നിർബന്ധിക്കാൻ പാടില്ല. അവളുടെ ചെലവ് ഭർത്താവ് കൊടുക്കണമെന്നാണ്. രാജകീയമായി പെൺമക്കളെ നിങ്ങൾ നോക്കണമെന്ന് അല്ലാഹു പറയുന്നതിൻ്റെ ഒരു മറുവശമാണത്.
അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, അവർക്ക് വേണ്ടത് പുരുഷൻ നീ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ ആയത്താണത്. സുബ്ഹാനല്ലാഹ്. ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ, ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയെ പോലെ, ഉമ്മു സുലൈം ബീവിയെ പോലെ, ഉമ്മു സലമ ബീവിയെ പോലെ മഹദികളായ എത്രയോ മഹാ ഗോപുരങ്ങളിലെത്തിയ ഈ ഉമ്മത്തിൻ്റെ അഭിമാനം യശസ് ഉയർത്തിപ്പിടിച്ച പണ്ഡിതകളെ ഈ ഉമ്മത്തിന് അല്ലാഹു സമ്മാനിച്ചിട്ടില്ലേ? അവരൊക്കെ ഉമ്മമാരാണ്, പെൺകുട്ടികളാണ്. മറിയം അൽ അസ്ത്രാലാബി എന്ന് പറയുന്നൊരു മഹദിയുണ്ട്. ആസ്ട്രോലൈബ്സ് എന്ന് പറയുന്ന ബഹിരാകാശത്തെ സംബന്ധിച്ചുള്ള ഒരു ഡിവൈസ് കണ്ടെത്തിയ ഒരു ചെറുപ്പക്കാരി പെണ്ണാണ് മറിയം അൽ അസ്ത്രാലാബി. അതുകൊണ്ട് ആ പെണ്ണുണ്ടാക്കിയ ഡിവൈസിൻ്റെ പേരിലാണ് അവരറിയപ്പെടുന്നത് ആസ്ട്രോലൈബ്സ്. ആസ്ട്രോലൈബ്സ് ഉണ്ടാക്കിയ പെണ്ണ് അതൊരു മഹദിയാണ്. റളിയല്ലാഹു റഹ്മത്തുള്ളാഹി തആല അലൈഹ. മാതൃകയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. പ്രബോധനത്തിന് പോകുന്ന പ്രവാചകർക്ക് സർവ്വസന്നാഹങ്ങളും ചെയ്തു കൊടുത്തൊരു മഹദി നമുക്ക് ഓർക്കണ്ടയോ? സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ സ്ത്രീകളുടെ മോചകനായി, അവർക്ക് സംരക്ഷകനായി അദ്ദേഹം രംഗത്ത് വന്നപ്പോൾ യുബ്അസു യൗമൽ ഖിയാമത്തി ഉമ്മതൻ ബൈനി വബൈന ഈസ ഇബ്നു മറിയം, എന്റെയും ഈസ നബിയുടെയും ഇടയിൽ ഒരു സമൂഹമായി ഉയർത്തെഴുന്നേൽക്കാൻ ഭാഗ്യമുണ്ടാകുന്ന മഹാനാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റഹ്മത്തുള്ളാഹി